الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരണം വരെ ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി മുഹ്സിനായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴാമത്തെ സൂറത്തായ സൂറത്തുൽ അഅറാഫിലെ 1 അല്ലെങ്കിൽ 2 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒന്നാമത്തെ ആയത്ത് ഹുറൂഫുൽ മുഖത്തഅത്താണ്. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കിതാബുൻ ഉൻസില ഇലൈക, താങ്കളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുള്ള കിതാബാണിത്. ഫലാ യകുൻ ഫീ സദ്രിക ഹറജ്, ഈ ഒരു കിതാബിന്റെ വിഷയത്തിൽ താങ്കളുടെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ, ഇത് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, മുഅ്മിനീങ്ങൾക്കുള്ള ദിക്റുമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത് വദിക്റാ ലിൽ മുഅ്മിനീൻ എന്നാണ്. ആ നിലയ്ക്ക് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരോടുമുള്ള അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, താങ്കൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഖുർആന്റെ സംബോധിതരായ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ആ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സംസാരത്തോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്നുള്ള നിലയ്ക്ക് ഇത് താങ്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഖുർആൻ എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹു എന്നോടാണ് സംസാരിക്കുന്നത്, ഇതെനിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതാണ് എന്ന ശരിയായ ബോധ്യത്തിലേക്ക് നാം കടന്നു വരിക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള ഖുർആനാണ്, ഞാനത് അംഗീകരിച്ചു. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു, ആ ഒരു ഖുർആന്റെ വിഷയത്തിൽ താങ്കളുടെ സ്വദറിൽ ഹറജുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, മനസ്സിന്റെ 3 തലങ്ങളെ കുറിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോഴാണ് സ്വദർ എന്നുള്ള പദപ്രയോഗത്തിന്റെ പ്രായോഗികമായ അർത്ഥതലത്തിലേക്ക് നാം ഒന്ന് കടന്നു വരേണ്ടതുള്ളൂ.
അനലിറ്റിക്കൽ സൈക്കോളജിയുടെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം മനസ്സിന്റെ 3 തലങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 1 കോൺഷ്യസ് എന്നും, 2 സബ് കോൺഷ്യസ് എന്നും, 3 അൺകോൺഷ്യസ് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആനിലും ഈ നിലയ്ക്കുള്ള മനസ്സിനെ വ്യത്യസ്തമായ തലത്തിൽ വിശദീകരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കോൺഷ്യസ് എന്നുള്ള നിലയ്ക്ക് അഫ്ഇദ എന്നും, സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള നിലയ്ക്ക് സ്വദർ എന്നും, അൺകോൺഷ്യസ് എന്നുള്ള നിലയ്ക്ക് ഖൽബ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ആ രൂപത്തിലാണ് അതുമായി ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും ആയത്തുകളും ഒക്കെ അവതരിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും അത്തരം ആയത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിന്റെ 2ാമത്തെ തലമായ സ്വദർ എന്നുള്ള ഒരു തലത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്കളുടെ സ്വദറിൽ ഇതുമായി ബന്ധപ്പെട്ട ഹറജുകൾ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെതാണ്. ഇത് അള്ളാഹു എനിക്ക് വേണ്ടി നൽകിയതാണ്. അപ്പം ആ നിലയ്ക്ക് ഞാൻ വിശാലമായ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി ഇതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു ദിക്റായി ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതാണ് ശരിയായ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ളത്. അതേ അവസരത്തിൽ ഇത് ഖുർആനാണ്, എന്നോടാണ് പറഞ്ഞതെങ്കിലും ഞാൻ ജീവിക്കുന്ന കാലഘട്ടം അതൊരു പ്രശ്നമാണ്. ഞാനെന്നുള്ള വ്യക്തി അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അതൊരു പ്രശ്നമാണ്. എൻ്റെ കുടുംബാന്തരീക്ഷം അതും പ്രശ്നമാണ്. എൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ അതും പ്രശ്നമാണ്. ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളെ ഞാൻ മുൻനിർത്തിയിട്ട് ഇതിനോട് പ്രതികരിക്കാൻ, അനുകൂലമായ രൂപത്തിൽ പ്രതികരിക്കാൻ എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു സമീപനം പുലർത്തുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്നു, നീ ഒരു മുഅ്മിനല്ല. കാരണം ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ദിക്റാണ്. ഇതൊരു ദിക്റായി ഏറ്റെടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നീ ഒരു മുഅ്മിനല്ല. ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്കാണ് താങ്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ഖുർആനാണ്, താങ്കൾക്ക് ഹറജുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഹറജുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, 100% അതിനെ നല്ല നിലയ്ക്ക് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു പാരമ്പര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട്? പൊതുവിൽ നമ്മൾ പറയാറുള്ളത് ഇതിന് 1400 വർഷത്തെ പഴക്കമാണുള്ളത്. ഇത്തരം നിർദ്ദേശങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു കിതാബിന് 1400 വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. അപ്പോൾ ക്രൈസ്തവർ വന്നിട്ട് പറയും അതിനേക്കാൾ പാരമ്പര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഏതാണ്ട് 2500 വർഷത്തിന്റെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ജൂതന്മാർ വന്നിട്ട് പറയും അതിനേക്കാളും പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഓരോരോ ആളുകൾ വന്നിട്ട് അവരുടെ പാരമ്പര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ രൂപത്തിൽ പറയുന്നത് ഇത് മനുഷ്യ ചരിത്രത്തോളം തന്നെ പാരമ്പര്യമുള്ളതാണ്. കാരണം ഖുർആനിലൂടെ എന്താണോ താങ്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്, അല്ലെ ഒരു ദിക്റായിട്ട് ഖുർആൻ മാറണം എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ആദ്യമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേ ശൈലിയിൽ തന്നെയാണ്. ഇവിടെ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ട് എല്ലാവരോടും ആ ഒരു ജന്നത്തിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുകയാണ്. ആ പാപമോചനം തേടുന്ന സമയത്ത് താൻ ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം വേറെ ആരുടെയും തലയിലേക്ക് വെച്ച് കെട്ടാതെ അതിന്റെ ഉത്തരവാദിത്വം സ്വന്തമായി ഏറ്റെടുക്കുകയാണ്. സൂറത്തുൽ അഅറാഫ് വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു മനുഷ്യന്റെ മാറ്റത്തിലേക്കുള്ള ഒരു തിരിച്ചറിവാണ്. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യുന്നു, ആരെങ്കിലും ഒക്കെ എന്നോട് വന്നിട്ട് നിങ്ങൾ ആ തെറ്റ് ഇത് ശരിയായില്ല, അത് മോശമായി പോയി എന്ന് പറയുമ്പോൾ 100 ന്യായങ്ങൾ ഞാൻ പറയും. ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? അത് അയാൾ അങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആ സാഹചര്യം അന്നെന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നയാൾ മോശമായ രൂപത്തിൽ എന്നോട് അങ്ങനെ പെരുമാറിയോ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലി എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
ഞാനൊരു ആദമിയൻ ആറ്റിറ്റ്യൂഡിനെ സ്വീകരിക്കുന്ന ഒരാളല്ല, മറിച്ച് അതൊരു ഇബ്ലീസിയൻ ആറ്റിറ്റ്യൂഡാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം ആദമിയൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു മാനസികാവസ്ഥയാണ്, ഒരു നിലപാടാണ്. ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തു, ശരിയാണ്, പഴം പറിച്ചു തിന്നു, വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷെ ആ ഒരു കൽപ്പനയെ ഇബ്ലീസിന്റെ സ്വാധീനത്താൽ മാത്രം, അത് ഖുർആൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു, സൂറത്തുൽ അറാഫിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇബ്ലീസ് വന്നിട്ട് എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാമെ പലതും പറഞ്ഞു പറ്റിച്ചു. താങ്കൾ ഒരു മലക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാ അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയത്. ഈ പഴമെങ്ങാനും പറിച്ചു തന്നാൽ അപ്പൊ തന്നെ മലക്കായി പോകും. താങ്കളെ ഒരു നിശ്ചിത കാലം വരെയാണ് ഇവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം മനുഷ്യരെ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അപ്പൊ താങ്കളെ ഇവിടുന്ന് പുറത്താക്കും. പക്ഷെ താങ്കൾ ഒരു മലക്കിന്റെ അവസ്ഥയിലേക്ക് മാറിയാൽ പിന്നെ താങ്കളെ പുറത്താക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ എന്താണ്, നിത്യവാസിയായി താങ്കൾ മാറും ആ പഴമെങ്ങാനും പറിച്ചു കഴിച്ചാൽ. അതുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് പറിച്ച് കഴിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ നിർദ്ദേശിച്ചത് എന്നുള്ള നിലയ്ക്ക് പല നിലയ്ക്കുമുള്ള വസ്വാസുകൾ ആദം നബി അലൈഹിസ്സലാമിൽ ഉണ്ടാക്കി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഇബ്ലീസിന്റെ വസ്വാസുകൾ സ്വീകരിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തു. ആദം നബി അലൈഹി സ്വലാം ഒരുപാട് പശ്ചാത്തപിച്ചു. അതിൽ ഖുർആൻ പ്രത്യേകം സൂചിപ്പിക്കുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ സൂറത്തുൽ ബഖറയിലാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതബ അലൈഹി. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിൽ നിന്നുള്ള കലിമാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ധാരാളം കലിമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കലിമത്ത് അല്ലെങ്കിൽ ഒരു ശൈലി, ഒരു പ്രയോഗം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കലിമാത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്തായിരുന്നു ആ കലിമാത്ത്? സൂറത്തുൽ അറാഫിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കുന്നു. ചില ആളുകൾ തെറ്റിദ്ധാരണ മൂലം പറയുന്നു, ആദം നബി അലൈഹി സ്വലാം അന്ന് പറഞ്ഞു അത്രേ, അവസാനത്തെ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, നീ എൻ്റെ തൗബ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നാണ് ചില വ്യക്തികൾ തെറ്റിദ്ധാരണ മൂലം പറയുന്നത്. എന്നാൽ ഖുർആൻ അതിനെ ഖണ്ഡിക്കുകയാണ്. അതൊന്നുമല്ല കാരണം. ആദം നബി അലൈഹി സ്വലാമയുടെ തൗബ സ്വീകരിക്കാനുള്ള കാരണം ആദം നബി അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞു അത്രേ. സൂറത്തുൽ അറാഫിലെ ആയത്താണ്, ഖുർആൻ കൊണ്ട് തന്നെ നസ്സാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു മനുഷ്യന് മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്, അതിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ ഒരു നിലപാടാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെയാണ് നമ്മൾ പൊതുവിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ദുആയിൽ തന്നെ, തേട്ടത്തിൽ തന്നെ ആദം നബി അലൈഹി സ്വലാം തന്റെ നിലപാട് വ്യക്തമാക്കി. എന്താണ്? റബ്ബനാ വലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളോട് തന്നെ ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു. ഇബ്ലീസ് എന്നെ പിഴപ്പിച്ചു എന്നല്ല പറഞ്ഞത്, അല്ലെ ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയതുകൊണ്ട് പടച്ചവനെ ഞാൻ പെട്ടുപോയതാണെന്നല്ല പറഞ്ഞത്. പടച്ചവനെ ഞങ്ങളുടെ തന്നെ നഫ്സിനോട് ഞാനും എൻ്റെ സഹധർമ്മിണിയും അതിക്രമം കാണിച്ചു. അതൊരു തിരിച്ചറിവാണ്. കാരണം ഇബ്ലീസ് എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ ഇബ്ലീസിനെ അതിജയിക്കാനുള്ള ശേഷിയും കഴിവും പ്രാപ്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. ഇത് ആധുനികരായിട്ടുള്ള പല സൈക്കോളജിസ്റ്റുകളും വ്യക്തമാക്കിയിട്ടുള്ള വിഷയമാണ്. ഇത് കേവലം ഒരു മതപരമായ വിഷയം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരു വിഷയമല്ല. കാരണം ന്യൂറോ സൈക്കോളജിയിൽ നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയ ഒരു മഹാനായ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു മുസ്ലിം ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ പേര് ജോൺ എക്കിൾസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ ഉള്ളിൽ ഹൈ ഓർഡർ ഓഫ്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയാണ്, ഹൈ ഓർഡർ ഓഫ് എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസാമാന്യ ശക്തിയുണ്ട്. അത് മനസ്സുകളെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു സൈക്കോളജിസ്റ്റും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയൊരു പേരാണ് അദ്ദേഹം അതിനെ പരിചയപ്പെടുത്തിയത്. അതിന് സെൽഫ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സെൽഫ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ അതിനെ വിഭാവനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ആത്മാവിനെ കുറിച്ചാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശരിയാണ്, മനുഷ്യന്റെ ഉള്ളിൽ പൈശാചികമായ എല്ലാ ദുഷ്പ്രേരണകളെയും തകർത്തെറിയാൻ അതിശക്തിയുള്ള
ഒരു ആത്മാവ് നിലകൊള്ളുമ്പോൾ, ഒരു സ്പിരിച്വൽ എനർജി നിലകൊള്ളുമ്പോൾ, ആ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചിട്ട് ഞാൻ ഇബ്ലീസിന്റെ വാക്കുകളെയൊക്കെ തട്ടിത്തെറിപ്പിക്കണമായിരുന്നു, അവനെ ഞാൻ അവഗണിക്കണമായിരുന്നു. പക്ഷേ എനിക്കൊരു പരാജയം സംഭവിച്ചു. പഠിച്ചവന് ഞാൻ എൻ്റെ നഫ്സിനോട് ഞാൻ തന്നെ അതിക്രമം ചെയ്തു പോയ ഒരു നിമിഷമായിരുന്നു ഇബ്ലീസ് എൻ്റെ സ്വദറിൽ സ്വാധീനമുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ്, എത്ര കൃത്യമായ ഒരു ബോധനമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എത്ര ലളിതമാണ്, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം നിത്യജീവിതത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന അവസ്ഥകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പലതരം ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അവിടെ ആ ആദം നബി അലൈഹി സ്വലാമിന്റെ പ്രയോഗത്തെ തന്നെ അതേപടി എടുത്ത് ഖുർആൻ അവതരിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅറാഫ് വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിലപാടുകളാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഏതൊരു വിഷയത്തിലായിരുന്നാലും എൻ്റെ നിലപാട് ഒരിക്കലും മാറാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണെങ്കിൽ ആരൊക്കെ ഉപദേശിച്ചാലും, വർഷങ്ങളോളം ഉപദേശങ്ങൾ കേട്ടിട്ടോ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടോ ഹദീസുകളെ കുറിച്ച് പഠിച്ചിട്ടോ യാതൊരു മാറ്റവും ഇല്ല. നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാണെങ്കിൽ ചെറിയൊരു നിർദ്ദേശം ഖുർആനിൽ നിന്നും കിട്ടിയാൽ മതി. ഹദീസിൻ്റെതായ ചെറിയൊരു ചിന്ത മനസ്സിലേക്ക് കടന്നാവുന്ന അപ്പൊ തന്നെ മാറ്റത്തിന് തയ്യാറാകുമെന്നുള്ളതാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ ആദം നബി അലൈഹി സ്വലാം മാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മനസ്സിലാകുന്നു. ഫതലഖാ ആദമു മിർ റബ്ബി കലിമാത്ത് ഫതബ അലൈഹി. ഈ ഒരു കലിമത്ത്, ഈ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാമിക്ക് ഞാൻ തൗബ ചെയ്തുകൂടും, അല്ലെങ്കിൽ പാപം മോചനം കൊടുത്തു, തൗബ സ്വീകരിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ എത്ര തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ മാറാൻ തയ്യാറാണോ? ആ തെറ്റിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാതെ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട എൻ്റെ ഭാവിയെ വ്യക്തമാക്കുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു ഭാഗത്തേക്ക് കാര്യങ്ങളൊന്നും തിരിച്ചു വെക്കുകയാണ്. മറ്റൊരായത്തിലൂടെ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സമീപിക്കുകയാണ്. ഇബ്ലീസിനോട് ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. സൂറത്തുൽ അഅറാഫിലെ തന്നെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഞാൻ താങ്കളോട് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ താങ്കൾ സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കുകയാണ്. ഇബ്ലീസ് എന്ത് ചെയ്തു? ഇബ്ലീസിയൻ ആറ്റിറ്റ്യൂഡാണ് അവിടെ പ്രകടമാകുന്നത്. ഇബ്ലീസ് തന്റെ നിലപാട് വ്യക്തമാക്കുക. സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണമോ? അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ ഖലഖതഹു മിൻ തീൻ. ഇബ്ലീസിന്റെ നിലപാടാണ്, ശരിയാണ്, യുക്തിയാണ്, സത്യമാണ്. ഇബ്ലീസ് എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ, ഞാൻ അവനേക്കാളും ഉന്നതനല്ലേ, മഹത്വമുള്ളവനല്ലേ, ഖൈറായവനല്ലേ? ആരെക്കാളും? ആദമിനേക്കാളും. അല്ലാഹുവേ, നീ ഏതൊരു ആദമിനെയാണോ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് ആ ആദമിനേക്കാളും ഞാൻ ഖൈറല്ലേ? വെറുതെ പറയുന്നതല്ല, യുക്തിബദ്ധരമായ രൂപത്തിലാണ് ഇബ്ലീസ് സംസാരിക്കുന്നത്. ഖലഖതനി മിൻ നാർ ഖലഖതഹു മിൻ തീൻ. അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടല്ലേ, എന്നെ നീ സൃഷ്ടിച്ചതോ അഗ്നി കൊണ്ടാണ്. പഞ്ചഭൂതങ്ങളിൽ അത്യുന്നത സ്ഥാനം ഏതിനാണ്? കളിമണ്ണിനേക്കാളും അഗ്നിയാണ്. ഇത് നിസ്സംശയം നമുക്ക് എവിടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതേ യുക്തിയാണ് ഇവിടെ ഇബ്ലീസ് ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചഭൂതങ്ങളിൽ കളിമണ്ണിനേക്കാളും സ്ഥാനം അഗ്നിക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. ഇബ്ലീസ് പറഞ്ഞാൽ ന്യായമില്ലേ? ഇബ്ലീസ് പറഞ്ഞതാണ്, എന്നെ അഗ്നി കൊണ്ട് സൃഷ്ടിച്ചു, അവനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് അത്യുന്നത സ്ഥാനത്തുള്ള എന്തൊന്നുകൊണ്ടാണോ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഞാൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഒരുവനോളം തരം താഴാൻ തയ്യാറല്ല. ഇബ്ലീസിനോട് ഇന്നും നമ്മൾ പോയി ചോദിച്ചു നോക്കിയോ, ഇബ്ലീസ് അങ്ങനെ പ്രത്യക്ഷപ്പെടുമെങ്കിൽ ഇബ്ലീസ് ഇതേ വാദം ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇബ്ലീസ്, നീ അത്യുന്നതനാണ്, സമ്മതിച്ചു, അഗ്നി കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. പക്ഷെ നിന്നോട് കൽപ്പിച്ചതാരാണ്? അള്ളാഹുവിനേക്കാളും വലുതാണോ നീ? അങ്ങനെയെങ്കിൽ അവിടെയാണ് നിനക്ക് അബദ്ധം സംഭവിച്ചത്. കണ്ടോ, ഒരു തെറ്റ് ചെയ്യുകയും ചെയ്യും, പല പല ന്യായങ്ങൾ കൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇബ്ലീസിന്റെ സ്വഭാവം. അല്ലേ, ഞാൻ തെറ്റ് ചെയ്യുന്നു, എന്നോട് വന്ന് പറയും ഞാൻ അങ്ങനെയുള്ളവനല്ലേ, ഞാൻ ഇങ്ങനെയുള്ളവനല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് തരംതാണ അവനിൽപ്പെട്ടതല്ലേ, തരംതാണ കുടുംബത്തിൽപ്പെട്ടവനെ അവനോട് ചേർന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? അല്ലേ, ഒരുപാട് ന്യായം ഉണ്ടാവും. ഇബ്ലീസിന്റെ ശൈലിയാണ്. തെറ്റ് ചെയ്യുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണോ നീ ചെയ്തത്? അതിനൊരു മറുപടി പറയാൻ പറഞ്ഞാലോ അവിടെ കിടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങും. ഇത് മനുഷ്യന്റെ പൊതുവായൊരു ശൈലിയാണ്.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ആദമിന്റെ ശൈലി ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പശ്ചാത്താപങ്ങളാണ്, ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുകയും ചെയ്യും, സ്വന്തം ന്യായീകരിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യും. ഇതാണ് ഇബ്ലീസിന്റെ പ്രശ്നം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളെ മുൻനിർത്തി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാമയുടെ ശൈലി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കിതാബുകളുടെ വിഷയത്തിൽ യാതൊരു ഹറജുകളും ഇല്ല. പടച്ചവനെ നീ പറ, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. കാരണം കൽപ്പിക്കാൻ നീ യോഗ്യനാണല്ലോ, നീ കഴിവുള്ളവനാണല്ലോ. നിന്നെ അനുസരിക്കുക എന്നുള്ള ഒരു ബാധ്യതയല്ലേ കേവലം മനുഷ്യനായി പിറന്ന, അല്ലെങ്കിൽ ഏതവസ്ഥയിലും ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കുള്ളൂ. അതൊരു മലക്കാണെങ്കിൽ പോലും, ഒരു ജിന്നാണെങ്കിൽ പോലും, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാണെങ്കിൽ പോലും പടച്ചവനെ നിന്റെ മേലെ ഒന്നുമില്ല, ആ നിലയ്ക്ക് നിന്നെ അനുസരിക്കുക എന്നുള്ള ബാധ്യത മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളൂ. നിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി കടന്നു വരാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളോടും ചോദിച്ചു, നിങ്ങളെ നിർബന്ധപൂർവ്വം ഞാൻ കൊണ്ടുവരണമോ, അതല്ല നിങ്ങൾ സ്വമേധയാ എൻ്റെ അടുക്കിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവമാന വസ്തുക്കളും അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനയ്ക്ക് മുന്നിൽ വിറച്ചുപോയി എന്ന ഖുർആൻ വ്യക്തമാക്കുന്നു. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിറച്ചുപോയി, പേടിച്ചു വിറച്ചു. പടച്ചവനെ നിന്റെ ശക്തിയെ നേരിടാൻ മാത്രമുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ഇത് പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളുടെയും വല്ലാത്തൊരു ഭയപ്പാടോടുകൂടിയുള്ള അള്ളാഹുവിനോടുള്ള പ്രതികരണമായിരുന്നു. അത്രമാത്രം അള്ളാഹുവിനോട് അനുസരണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും മഹാസംഭവങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ന്യായം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ മാറ്റി നിർത്താൻ കെൽപ്പുള്ളവൻ എന്നല്ല, വിവരക്കേടുള്ളവൻ ആരാണ് എന്നാണ് ഖുർആനികമായ ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ ഖുർആൻ പറഞ്ഞതാണ്, ഇത് താങ്കൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്, ഇതിൽ താങ്കളുടെ സ്വദറിൽ ഹറജുണ്ടാകാൻ പാടില്ല. എന്താണ് സ്വദറിന്റെ പ്രത്യേകത? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. മനുഷ്യന്റെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇബ്ലീസിന് സ്വാധീനമുള്ള, പൈശാചികമായ സ്വാധീനമുള്ള ഒരു ഭാഗം, ഒരു മാനസിക തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വദറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 114-ാമത്തെ സൂറത്തായ സൂറത്തുൻ നാസിലൂടെ അത് വിശദീകരിച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ജനങ്ങളുടെ അഫ്ഇദത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, ജനങ്ങളുടെ ഖൽബിൽ എന്ന് പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ സ്വദറിലാണ് പൈശാചികമായ പ്രേരണകൾ ഇബ്ലീസ് ഇങ്ങനെ ചെലുത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു വ്യക്തമാക്കി. അത് അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, നിന്റെ സ്വദറിൽ ഹറജുകൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം മനുഷ്യ മനസ്സുകളിൽ ഹറജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ഭാഗം ഇബ്ലീസിന് സ്വാധീനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള സ്വദറിൽ മാത്രമാണ്. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാം പശ്ചാത്താപം സ്വീകരിച്ചു. ആയത്തുകളൊക്കെ പരസ്പരം നല്ല ബന്ധമുണ്ട്. ആദം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? പശ്ചാത്തപിച്ചു, മാറ്റത്തിന് തയ്യാറായി. പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. അത് ഇബ്ലീസ് എന്നെ പിഴപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇബ്ലീസിനെ അതിജയിക്കാൻ മാത്രമുള്ള ശേഷിയും കഴിവും പ്രാപ്തിയും എനിക്ക് ഉണ്ടായിരുന്നിട്ടും ഇനി ഞാൻ ഇബ്ലീസിനെ പടി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് യുക്തിയല്ലല്ലോ, അതൊരു തിരിച്ചറിവിന്റെ വഴിയല്ലല്ലോ. അതുകൊണ്ട് തിരിച്ചറിവിന്റെ വഴിയിലേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പടച്ചവനെ ഞാൻ എന്റെ നഫ്സിനോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പാപങ്ങളൊക്കെ പുറത്തു തന്നു ആദമേ. ഇനി എന്താണ് അടുത്ത വഴി? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമെ ചേർത്ത് പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു ശൈലി അതാണ്. എന്നും ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അവൻ അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തുന്ന സമീപനം പലപ്പോഴും എന്നെപ്പോലുള്ള മനുഷ്യരുടെ വൃത്തികെട്ട ശൈലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അതോടുകൂടി തള്ളിക്കളയൊന്നുമില്ല. അവൻ ശരിയായ വഴി സ്വീകരിക്കുന്ന സമയത്ത് അവനെ ചേർത്ത് പിടിക്കും. ആദം നബി അലൈഹി സ്വലാം ഇത്രമാത്രം അതിക്രമമൊക്കെ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അല്ലാഹ് പറയുന്നു ഇല്ല. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാമിന്റെ തൗബ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാം ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഭാഗം രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയുടെ 38-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ. ആദമേ, താങ്കൾക്ക് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഹിദായത്ത് ഞാനിതാ നൽകുകയാണ്. ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഒരുപാട് മനപ്രയാസപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, സ്വർഗത്തിൽ നിന്ന് തരം താഴ്ത്തിയതിന്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഫമൻ തബിഅ, എങ്കിലും മനസ്സിലാക്കണം, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം
വലാഹും യഹ്സനൂൻ. ആദമേ, താങ്കളുടെ ദുഃഖവും വ്യസനവും അവലാദിയും വേവലാദികളും മനപ്രയാസങ്ങളും ആശങ്കകളും ഒക്കെ എടുത്തു മാറ്റുക, അതൊക്കെ ഒന്ന് ഇറക്കി വെക്കുക. താങ്കൾ എന്ത് ചെയ്യണം? ഹിദായത്തിന്റെ വഴികൾ സ്വീകരിച്ചുകൊള്ളുക. ഇനി താങ്കൾക്ക് ഹൗഫും പാടില്ല, ഹുസ്നും പാടില്ല. ഹൗഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പാടാണ്, ഭയാശങ്കകൾ. അതിനെല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹൗഫ്. മറ്റൊന്ന് ഹുസ്ന്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സമാധാനപരമായിട്ട് താങ്കൾ എന്ത് ചെയ്യുക? ഹിദായത്തിന്റെ വഴികളിലൂടെ പ്രവേശിച്ചു കൊള്ളുക. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തം. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവർ, ഇതാണ് ദീനുൽ ഇസ്ലാം. അല്ലാതെ ദീനെന്ന് പറഞ്ഞാൽ എന്നും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു മതമൊന്നുമല്ല. പലപ്പോഴും ജൂതന്മാർ മുസ്ലിമീങ്ങളെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജൂതന്മാർ മുസ്ലിമീങ്ങളെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഖുർആനിക വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ദീൻ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഭീകരമായ അവസ്ഥകൾ പലപ്പോഴും നമുക്കിടയിൽ ധാരാളം സംഭവിച്ചു കഴിഞ്ഞു, ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ, പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഉടനെ പേടിക്കുക എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു ആശയമാണ്. ലോകത്താദ്യമായി ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞു, ഹിദായത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് ഭയമില്ലാത്ത ഒരു വഴിയാണ്, ദുഃഖമില്ലാത്ത വഴിയാണ്, അങ്ങേയറ്റം സന്തോഷത്തിന്റെയും ആസ്വാദനത്തിന്റെയും വഴിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഹിദായത്ത് എന്നുള്ളത് ഒരു പ്രയാസത്തോടുകൂടി ബുദ്ധിമുട്ടോടുകൂടി സ്വീകരിക്കേണ്ട ഒന്നല്ല, മറിച്ച് അങ്ങേയറ്റം താല്പര്യത്തോട്, ആവേശത്തോടുകൂടി, തുറന്ന മനസ്സോടുകൂടി. ഇത് ദുഃഖത്തിൽ നിന്നും വ്യസനത്തിൽ നിന്നും ഭയാശങ്കകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള വിടുതലാണ്. ഹിദായത്തിന്റെ വഴികളിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് സംഭവിക്കുന്നത് എന്നുള്ള ശരിയായ തിരിച്ചറിവോടുകൂടി മുന്നേറേണ്ടത് ഒന്നാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വ്യക്തമാക്കുന്നത്. കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള ശരിയായ ബോധം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലൂടെ വ്യക്തമാക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. വയഹ്ദിയക്കും, ശരിയായ ഹിദായത്തിന്റെ മാർഗം, സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ള മുൻഗാമികളുടെ അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വയതൂബല്ലാഹു വയതൂബ അലൈക്കും, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ തൗബ സ്വീകരിച്ചതിന്റെയും സുന്ദരമായ വഴികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. മുൻഗാമികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപ വിവശരായി അവർ കടന്നു വന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ചതിൻ്റെ നല്ല സുന്ദരമായ കഥകളെ കുറിച്ചും അതുവഴി ഹിദായത്തിന്റെ അതിസുന്ദരമായ വഴികളിലേക്ക് അവർ സ്വീകരിച്ചതിൻ്റെയും അതിനെ പ്രാപിച്ചതിൻ്റെയും ഏറ്റവും നല്ല കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന് പറഞ്ഞു തരാനുള്ള കാരണം. അല്ലാഹു അലീമുൻ ഹക്കീം, അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, യുക്തിബോധമുള്ളവനാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമ. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ അല്ലദീന യത്തബിഊന അശ്ശഹവാതി, ഷഹവാത്തുകളെ, ഭൗതികമായ താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അൻ തമീലു മൈലൻ അളീമ, നിങ്ങൾ വൻതോതിൽ വഴിതെറ്റി പോകുമെന്നാണ്. അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലികൽ ഇൻസാനു ളഈഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യുരീദുല്ലാഹു. എന്നാൽ ഈ മുൻഗാമികളുടെ ചരിത്രങ്ങളെയൊക്കെ മുൻനിർത്തിയിട്ട് അവരുടെ തൗബ സ്വീകരിച്ചതിന്റെ അതിസുന്ദരമായ വഴികളെ കുറിച്ചും ഹിദായത്തിനെ കുറിച്ചൊക്കെ ഒക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ?
യുരീദുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യമാണ് അൻ യുഖഫിഫ അൻകും, നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ഭാരങ്ങളെയൊക്കെ ഇറക്കി വെച്ചിട്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ദുഃഖങ്ങളും വ്യസനങ്ങളും ആവലാദികളും വേവലാദികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഒന്ന് ഇറക്കി വെക്കും. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ അവിടേക്ക് എല്ലാം കഴിഞ്ഞിട്ട് പറയാം, നിങ്ങളുടെ ലഗേജ് ഒക്കെ എൻ്റെ അടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അവിടെ ക്ലോക്ക് റൂം ഉണ്ടാവും, അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാൽ നമ്മൾ ഫ്രീ ആവും. നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കയറ്റി വിടും എന്ന് പറഞ്ഞതുപോലെ ഹിദായത്തിന്റെ അതിസുന്ദരമായ രാജപാതയിലേക്ക് ആർക്കെങ്കിലും കടന്നു ചെല്ലണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, ആവലാതിയുണ്ടോ, വേവലാതിയുണ്ടോ, അതൊന്നും കൊണ്ട് ഹിദായത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം അതൊന്നും ഹിദായത്തിനോട് ചേരുന്ന ഒന്നല്ല എന്നർത്ഥം. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും അവിടെ ഇറക്കി വയ്ക്കും. ഹിദായത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അവനിനി ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ത്? ഹുസ്ന്, ഖൗഫ് പോലുള്ള കാര്യങ്ങൾ. ഇതൊന്നും മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല, അല്ലേ? മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ള ഒരു പരസ്യമാണ്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്, അല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആ ഒരൊറ്റ പ്രയോഗത്തിൽ തന്നെ ആയിരിക്കണം മനുഷ്യരൊക്കെ ഇത്രയധികം ആ ഒരു പരസ്യത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു പരസ്യമാണ്, സന്തോഷം അതല്ലേ എല്ലാം. ശരിയാണ്, സന്തോഷം അതാണെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നെ പറയുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ടല്ലോ, സന്തോഷം. ആരാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ സന്തോഷം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വരികയും. സന്തോഷം അതല്ലേ എല്ലാം ആണോ? എല്ലാം സന്തോഷം തന്നെയാണോ? ഏറ്റവും മുഖ്യമായത് സന്തോഷമാണെങ്കിൽ കടന്നു വരും. നിങ്ങൾക്ക് പറ്റിയ വഴി ഹിദായത്താണ്. അല്ലാതെ മനസ്സിൽ സ്വദറുൽ ഹറജും വെച്ച്, ഇബ്ലീസ് കൊണ്ടുവന്ന് തന്ന സംഭാവനയായിട്ടുള്ള ഹറജും വെച്ച് ഇനിയും സംശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാതെ ഹിദായത്തിന്റെ അതിസുന്ദരമായ വഴികളിലേക്ക് നിങ്ങൾ കടന്നു വരീൻ. അത് സന്തോഷത്തിന്റെ വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് മാനസികമായിട്ട് തന്നെ ബലഹീനനായിട്ടാണ്. ഈ ബലഹീനനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിമത്തായ, ഏറ്റവും ഊർജ്ജസ്വലമായ, അതിസുന്ദരമായ വഴികളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ മാനുഷികമായ ബലഹീനതകളുടെ ലോകത്ത് നിന്നും മാറി അത്യുന്നതമായ ഇലാഹീയ വഴികളിലേക്ക് അഥവാ ആധ്യാത്മിക വഴികളിലേക്ക് അവൻ മാറി സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവൻ അങ്ങേയറ്റം ഊർജ്ജസ്വലനായിരിക്കും. അവൻ എല്ലാ രംഗത്തും നല്ല ഊർജ്ജസ്വലനായിരിക്കും. അവനെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു മഹാവിഭാഗമാണ്. 300ഓളം ആളുകളെ ഉള്ളൂ, പക്ഷെ എതിരിടാൻ വന്നത് 1000ഓളം ആളുകളാണ്. തളർന്നോ? ഒരിക്കലും തളർന്നില്ല. കാരണം എന്താണ്? 1000ഓളം ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവര് ലഈഫാണ്. അവർ ലഈഫാണ്. കാരണം അവരുടെ മനസ്സിൽ അവർ പേറിക്കൊണ്ടിരിക്കുന്നത് ദുഃഖങ്ങളും വ്യസനങ്ങളും ആവലാദികളും വേവലാദികളും ഭയാശങ്കകളുമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി പണ്ടെന്നോ അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു. യാതൊരു ഭയവുമില്ലാതെ, പ്രയാസമില്ലാതെ, നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി, ആസ്വാദ്യകരമായ ഒരു മാനസികാവസ്ഥയോടുകൂടി ഞങ്ങൾ അള്ളാ എന്ന് വിളിച്ചാൽ അതിന് ഉത്തരം നൽകാൻ സമീപസ്ഥനായ അള്ളാഹു ഉള്ളപ്പോ പിന്നെ ഞങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു മാനസികാവസ്ഥയോടുകൂടി സധൈര്യം അവരെന്ത് ചെയ്തു? ആ രംഗത്ത് സജീവമായപ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ കാണുന്നത് പിന്നീട് അത്ഭുതങ്ങളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ഭുതമേ അല്ല. കാരണം ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്നാണ് അവർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒന്നാണ് ദീൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ ഖുർആൻ ആയത്തുകളെ നമ്മൾ വെച്ചിട്ട് തിരുത്തി കൊടുക്കണം. ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അല്ല, ഈ സാധനങ്ങളെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാധനമാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വദറുകൾ അടിഞ്ഞുകൂടിയിട്ടുള്ള പൈശാചികമായ പ്രേരണയാൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സകലമാന ഹറജുകളെയും എല്ലാവിധ വസ്വാസുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അതിസുന്ദരമായ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ ആ ദീനിന്റെ സൗന്ദര്യം എന്താണ്, അതിലുള്ള സന്തോഷം എന്താണ്, അതിലുള്ള ആസ്വാദനം എന്താണ്, എന്നാൽ പിശാചിന്റെ കടന്നുവരവോടുകൂടി നമ്മുടെ മാനസിക തലത്തിൽ സംഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസകരമായ അവസ്ഥകൾ എന്താണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ അതിസുന്ദരമായ വഴികളെ തിരിച്ചറിയാനും ആ വഴികളിലൂടെ നന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായി ഹിദായത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന
നമ്മുടെ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു നല്ലൊരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും ഷഹീദായി പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഉന്നതമായ ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.